മദീനയിൽ അന്നൊരു കുട്ടിയുണ്ടായിരുന്നു. നല്ല കുട്ടിയാണെങ്കിലും അവനൊരു ചീത്ത സ്വഭാവമുണ്ട്. കാണുന്ന മരത്തിനൊക്കെ കല്ലെറിയുന്ന സ്വഭാവം. അത് ചെയ്യാഞ്ഞാൽ വല്ലാത്ത പൊറുതികേടുമാണ്. ഒരു ദിവസം കുട്ടി നല്ല മുഴുത്ത കല്ലുകളുമായി ഒരു മരുപ്പച്ചയിലെത്തി. തണൽ വീണുകിടക്കുന്ന ആ മരുപ്പച്ചയിലെങ്ങും ഈത്തപ്പനങ്ങൾ കുലച്ചു നിന്നിരുന്നു. ഹായ്! കുട്ടിയുടെ കൈ തെറ്റിച്ചു. അവൻ വേഗം പനക്കെറിയാൻ തുടങ്ങി. പഴങ്ങൾ കൊഴിഞ്ഞു. കുറെ കഴിഞ്ഞ് ഏറു നിർത്തി അടുത്ത പരിപാടി ആരംഭിച്ചു. വീണ പഴങ്ങൾ പെറുക്കി തിന്നുക. വയറ് നിറഞ്ഞപ്പോൾ അവൻ എണീറ്റുപോയി. കല്ലെറിഞ്ഞാൽ പനക്ക് കേടുപറ്റുമെന്നോ തോട്ടത്തിന്റെ ഉടമസ്ഥൻ അറിഞ്ഞാൽ തന്നെ പിടിക്കുമെന്നോ ഒന്നും കുട്ടി ആലോചിച്ചിരുന്നില്ല. ഒരു നാൾ അത് സംഭവിച്ചു. തോട്ടത്തിന്റെ ഉടമസ്ഥൻ പാർത്തിരുന്ന് കുട്ടിയെ പിടിച്ചു. അവരവനെ മുഹമ്മദ് നബിയുടെ മുമ്പിലാണ് ഹാജരാക്കിയത്. വല്ലാത്ത പരിഭ്രമത്തോടെയാണ് കുട്ടി നബിയെ നേരിട്ടത്. അദ്ദേഹം കോപിക്കുമോ, തന്നെ ശകാരിക്കുമോ? അവൻ നിന്നു വിറച്ചു. പ്രവാചകനാവട്ടെ വളരെ ശാന്തമായി സൗമ്യനായി. എന്തിനാണ് കുഞ്ഞെ നീ മരത്തിൽ കല്ലെറിയുന്നത് എന്ന് വെറുതെ അറിയാൻ എന്ന മട്ടിൽ ചോദിച്ചു. ഈത്തപ്പഴം കിട്ടാനാ? എന്നിട്ടവന്റെ നിഷ്കളങ്കമായി ചോദ്യം. കല്ലെറിയാതെ എങ്ങനെയാ ഈത്തപ്പഴം കിട്ടുക? വിവേകമില്ലാത്തത് കൊണ്ടാണ് കുട്ടി ഈ തെറ്റ് ചെയ്യുന്നതെന്ന് പ്രവാചകന് ഉറപ്പായി. ആ കുട്ടി ഒരു ക്രൂരനല്ലെന്നും വകതിരിവില്ലാത്തവൻ മാത്രമാണെന്നും നബി പറഞ്ഞു. നയത്തിൽ പറഞ്ഞു തിരുത്താവുന്നതേയുള്ളൂ. മേലാൽ ഒരു മരത്തിനും കല്ലെറിയരുത് കേട്ടോ. നബി അവനെ സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് പറഞ്ഞു. എറിഞ്ഞാൽ മരത്തിന് പരിക്കു പറ്റും. പിന്നെ അതൊരിക്കലും പഴം തരില്ല. വേണമെങ്കിൽ നമുക്ക് മരം നട്ടുവളർത്താം എന്നൊക്കെയാണ് മുഹമ്മദ് നബി അവനോട് പറഞ്ഞത്.